ഇന്നത്തെ വ്ളോഗ് ഒരു പ്രത്യേക ദിവസമാണ് കേട്ടോ. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു പാർട്ടി, അതായത് ഒരു ഡിന്നർ, അതായത് മനുവേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു ഡിന്നർ മാത്രം നമ്മൾ പ്രതീക്ഷിച്ച് പോയുള്ളൂ. അപ്പോഴാണ് അറിയുന്നത് ഇതൊരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അങ്ങനെയുള്ള ഒക്കേഷൻസിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള എല്ലാ അവർ ചെയ്തു തരുന്നൊക്കെ കേട്ടോ. അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ മനുവേട്ടൻ ഇതെല്ലാം അറിഞ്ഞിട്ട് കാര്യമായിട്ടൊരു നല്ല സെറ്റപ്പൊക്കെ ആയിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾക്ക് ഡിന്നർ ഒരുക്കിയിരിക്കുന്നത്. ആക്ച്വലി ഇത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വൈഫിന് കിട്ടിയ എന്താ പറയുക ഒരു സർപ്രൈസ് എന്ന് പറയാമല്ലോ. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആൻഡ് ത്രില്ഡ് ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ റൂഫ് ടോപ്പിലൊന്നും ഇതേപോലെ ഫുഡൊന്നും കഴിക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ. റൂഫ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ആംബിയൻസ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. അതുപോലെ തന്നെ ആ ഒരു എന്താ ആംബിയൻസ് എന്ന് പറയുമോ. ഇതിന് മുകളിൽ ഗ്ലാസ് സീലിംഗ് എല്ലാം ഗ്ലാസ്ഡാണ്. അതിന് മുകളിൽ ആനിവേഴ്സറി എല്ലാം ആഘോഷിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ. ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആണ്. നമ്മൾ ചെറിയ രീതിയിലൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് കേട്ടോ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്കി അവിടെ കണ്ടില്ലേ ബലൂണൊക്കെ വെച്ചിട്ട് അത് ഓരോരോ സെക്ഷൻസ് അവർ ഹായ് അപ്പു, അതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. അപ്പോൾ അവിടെ കണ്ടില്ലേ റെഡ് കളറും യെല്ലോ കളറും ഒക്കെ മനുവേട്ടാ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ മെയിൻ ആളാണ് ഈ ക്യാൻഡിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞ് ക്യാൻഡിൽ മതി എന്ന് പറഞ്ഞു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് കേട്ടോ. കേക്ക് പോലും ഞങ്ങൾ കട്ട് ചെയ്തില്ല, കാരണം ഞങ്ങൾ ഷുഗർ കട്ടായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ക്യാൻഡിൽ ലൈറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കണ്ടില്ലേ ഞാൻ പറഞ്ഞ റെഡ് കളറും യെല്ലോ കളറും ബലൂൺ വെച്ചിട്ടുള്ള സംഭവം കണ്ടില്ലേ, അത് അവിടെ ബർത്ത്ഡേ ആഘോഷിക്കണവരുടെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ സെറ്റപ്പ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കണ്ട ഫോട്ടോസൊക്കെ ഇങ്ങനെ LED ലൈറ്റിൻ്റെ അവിടെ ടാഗ് ചെയ്ത് വെച്ച് ഓരോ സെക്ഷനായിട്ട് ഫാമിലീസ് ഓരോരുത്തർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു. ബാക്കിൽ ഓരോരോ പാട്ടുകളുണ്ടായിരുന്നു. ഇവിടെ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മൾ പാട്ടുകളൊന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര കാറ്റും ഒക്കെ ആയിട്ട് ഈവനിങ് ടൈമല്ലേ. പുറത്തത്തെ വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാവേ. ഞാൻ നെക്സ്റ്റ് പുറത്തത്തെ വ്യൂ എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അമ്മ ഈ ക്യാൻഡിലൊന്ന് തൊട്ട് നോക്കിയേ, കൈയൊക്കെ പൊള്ളിയമ്മ, എൻ്റെ കൈ പൊള്ളി, അമ്മയുടെ കൈ പൊള്ളുന്നുണ്ടോ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പ്ലാസ്റ്റിക്കിൻ്റെ ക്യാൻഡിലാണെന്ന് അവനും അറിയാം എനിക്കും അറിയാം. അപ്പോൾ അവൻ എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ തൊട്ടിട്ട് പറഞ്ഞു അയ്യോ പൊള്ളിയെന്ന്. അപ്പോൾ അവനെ ഞെട്ടിപ്പോയി. പിന്നെ ചമ്മലുണ്ടായിരുന്നു. ആ വിഷപ്പത്തിൽ ഇരിക്കുകയാണ് ആൾ. നമ്മൾ 4th ഫ്ലോർ റൂഫിലാണ് കേട്ടോ. റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ 4th ഫ്ലോറിൽ നിന്ന് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ അവിടെയുള്ള വ്യൂസൊക്കെ ഇതാണ്. നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക്കൊക്കെ ഓടുന്നത് കൊണ്ട് ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. പിന്നെ ഈ റൂഫ് കണ്ടില്ലേ, ഈ റൂഫ് ടോപ്പിൽ ഓരോരോ റെഡ് കളർ കാണുന്നത് ഓരോ ക്യാബിൻസ് പോലെ സെറ്റ് ചെയ്തിരിക്കാനായിട്ട് ആനിവേഴ്സറിക്ക് മുകളിലത്തെ കാര്യമാണ് പറയണത്. അവിടെ ലവ് ആയിട്ടുള്ള ബലൂണൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പുറത്തുള്ളത് കേട്ടോ. പുറത്തുള്ളത് നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചെന്നൈയിലത്തെ കാര്യമാണ് കേട്ടോ പറയണത്. ചെന്നൈയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് ഫസ്റ്റ് അനുഭവമാണ്. കണ്ടില്ലേ ഓരോ ക്യാബിൻ തിരിച്ച് വെച്ചിരിക്കുന്നത് റൂഫിൽ, അത് ആനിവേഴ്സറിക്കുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫുഡ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ബാർബിക്യൂ ആണ് ഫസ്റ്റ് വന്നത്. നാനുണ്ടായിരുന്നു, ബട്ടർ നാനായിരുന്നു. ഇനി നമ്മൾ അപ്പൂന് ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പൂന് നമ്മൾ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് അങ്ങനെ ഓർഡർ ചെയ്യാറില്ല. എന്താ വെച്ചാൽ അവനത് ഇഷ്ടമല്ല. ഇത് ഡ്രാഗൺ ചിക്കനാണ്. അപ്പൂൻ്റെ മെയിൻ ഹാപ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അവൻ അങ്ങനെ ഫുള്ള് കഴിക്കുകയൊന്നുമില്ല, എന്നാലും അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഞങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റം അതിൽ മെയിനായിട്ടുള്ളത് ചിക്കൻ നൂഡിൽസാണ് കേട്ടോ. ആക്ച്വലി മനുവേട്ടൻ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ആളാണ്. ഒരു വെറൈറ്റി പിടിച്ച് നോക്കിയതാണ്, പക്ഷെ അത് കൊള്ളില്ലായിരുന്നു. അത് മാത്രം അത്രയും നന്നായിട്ടുണ്ടായിരുന്നില്ല. ഇനി ബട്ടർ ചിക്കനാണ് പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് അപ്പൂൻ്റെ പ്ലേറ്റിലേക്ക് നമുക്ക് പോവാം. ഞാനും അവൻ്റെ ഫേവറേറ്റ് ഡ്രാഗൺ ചിക്കനും ബാർബിക്യൂ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എൻ്റെ പ്ലേറ്റിലാണെങ്കിൽ പിന്നെ ഇതിൽ ഞാൻ കണ്ടത് ഈ ഡ്രാഗൺ ചിക്കനിലും നമ്മുടെ നൂഡിൽസിലും ഒക്കെ കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. നല്ലൊരു വൈബാണ് കേട്ടോ, സത്യം പറയാലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓപ്പൺ ടെറസ് റൂഫിലല്ലേ. ഇതാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ഇങ്ങനെ ഒരു മൂണൊക്കെ ആയിട്ട് നല്ലൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ.
ഓൺ ദ റൂഫ് ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് നമ്മൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പു ജ്യൂസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജ്യൂസിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം കഴിച്ചത് തന്നെ ഭയങ്കര ഹെവി ആയിരുന്നു. അപ്പോൾ മനുവേട്ടൻ ലെമൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെമൺ ജ്യൂസും അപ്പൂന് എന്താ ജ്യൂസ് പറഞ്ഞത്, വാട്ടർമെലൺ ജ്യൂസും മനുവേട്ടൻ എന്തേ കുടിച്ചൊരു വിധമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അപ്പൂൻ്റെ ജ്യൂസ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ എന്നെ അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വാട്ടർമെലൺ ജ്യൂസ് അല്ലേ, ജസ്റ്റ് ഒന്ന് അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്, നല്ല ഫ്രഷ് വാട്ടർമെലൺ ആണോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അവൻ അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയുടെ അടവൊക്കെ കയ്യിൽ വെച്ചോളൂ, അങ്ങനെ അമ്മ കുടിക്കേണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇപ്പോൾ വന്നൊരു ലേഡീനെ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒന്ന് ബാക്ക് അടിച്ച് പോയി നോക്കിക്കോളൂ കേട്ടോ. ആ ലേഡിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ എന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെ ടേബിളിലും നടന്ന് ഓർഡർ എടുക്കലും, വേറൊരു എക്സ്ട്രാ ആരെയും കണ്ടില്ല. സെർവ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ ആ ലേഡി ആയിരുന്നു, ഒരു ചൈനീസുകാരിയാണെന്ന് തോന്നുന്നുണ്ട്, ചൈനക്കാരിയാണ്. അപ്പോൾ ആളാണ് ഫുൾ ഓർഡർ എടുത്തത്. എല്ലാവിടെയും പോയിട്ട് നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത് ആ ലേഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂസിൻ്റെ വാട്ടർമെലൺ വന്ന് ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അയ്യോ പോകല്ലേ, കുറച്ച് ഫോട്ടോസും കൂടി കാണാനുണ്ട്, അതും കൂടി കണ്ടിട്ട് എല്ലാവരും വൈൻഡപ്പ് ചെയ്താൽ മതി കേട്ടോ. ഈ ഫോട്ടോസൊന്നും ഇടയിലോ ഫ്രണ്ടിലോ കൊടുക്കാതിരുന്നതേ ആ വീഡിയോയും പിന്നെ നമ്മുടെ വോയിസിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ കൊടുക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫോട്ടോസാണ്. ഇതാണ് കേട്ടോ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു കുഞ്ഞ് എയർപോഡാണ്. അപ്പോൾ മനുവേട്ടന് എൻ്റെ കുഞ്ഞ് സമ്മാനം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.